നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിനൊക്കെ യോഗ്യതയുള്ള ടീമാണ് ഫ്ലുമിനൻസ്. പക്ഷേ അത്ര മികച്ചൊരു പ്രകടനമല്ല ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തിയാഗോ സിൽവ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നലെ ഇപ്പോൾ നോക്കുക, ഇന്നലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ നടന്ന കളിയാണ്. ആ കളിയിൽ അവർ കുയാബക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചു. സീരിയയിലെ മത്സരം അവർ വിജയിച്ചു. കളിയിലും തിയാഗോ സിൽവ ഉണ്ടായിരുന്നു. ക്ലീൻ ഷീറ്റും കൊണ്ടാണ് ടീം കളിക്കളം വിട്ടത്. അപ്പോൾ ഫ്ലുമിനൻസ് തിയാഗോ സിൽവ കളിക്കളത്തിലുള്ള മത്സരങ്ങളിൽ 64% ക്ലീൻ ഷീറ്റാണ് നേടിയിരിക്കുന്നത്. ഒരു താരമുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നോക്കുക. ഈ പ്രായത്തിലും അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയിട്ട് അദ്ദേഹം കളിക്കുമ്പോൾ ടീമിൻ്റെ ഡിഫൻസ് ശക്തമാകുന്നു. 14 മത്സരങ്ങളിലാണ് അദ്ദേഹം ഈ തവണ കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ വളരെ കൃത്യമാണ്. ടീമിനെ സംബന്ധിച്ചിടത്തോളം 61.9% അദ്ദേഹം കളിക്കുമ്പോൾ ടീമിന് വിജയമുണ്ട്. 9 ഗോളുകളാണ് ആ 14 കളികളിലാകെ കൺസീഡ് ചെയ്തത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിൽ 9 ഗെയിമുകൾ വിത്തൗട്ട് കൺസീഡിങ് എ ഗോൾ. അദ്ദേഹം കളിച്ച 14 കളികളിൽ 9 ഗെയിമുകളിൽ ടീം ഗോളെ കൺസീഡ് ചെയ്തിട്ടില്ല. ഏതായാലും അത്ര മികച്ച രൂപത്തിലല്ല ഇപ്പോഴുള്ളത്. 15ാം സ്ഥാനത്താണ് ഫ്ലുമിനൻസ്. 37 കളികളിൽ നിന്ന് 11 വിജയം മാത്രമുള്ള ടീമിന് 43 പോയിൻ്റാണുള്ളത്. 15ാം സ്ഥാനത്ത് നിൽക്കുന്നു. പക്ഷേ തിയാഗോ സിൽവ എന്ന വെറ്ററൻ താരം കളിക്കുമ്പോൾ ടീമിൻ്റെ ഡിഫൻസ് ശക്തമാകുന്നു. സ്റ്റിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.